സന്തോഷധ്വനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും സമാധാനവും സൗഖ്യവും ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ചിലപ്പോഴെങ്കിലും സമാധാനം നഷ്ടപ്പെട്ടവരായി മനസ്സിന് സൗഖ്യവും ശാന്തതയും നഷ്ടപ്പെട്ട് നാം അസ്വസ്ഥരാകാറുണ്ട്. മാനസിക പിരിമുറുക്കങ്ങളിൽ, ശാരീരികമായ രോഗാവസ്ഥയിൽ, പ്രതികൂല സാഹചര്യങ്ങളിൽ, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന അവസരത്തിൽ കൈവിടാതെ നമ്മെ കരുതുന്ന ഒരു ദൈവമുണ്ട്, കർത്താവായ യേശുക്രിസ്തു. ഭയപ്പെടുത്തുന്ന സന്ദർഭങ്ങളിൽ നമ്മെ കരുതുന്ന, നമ്മെ അതിരുകളില്ലാതെ സ്നേഹിക്കുന്ന കർത്താവ് നമ്മെ സുരക്ഷിതരായി നേർവഴി നടത്തും. ദൈവിക ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക. അവൻ നിന്റെ പാതകളെ നേരെയാക്കും. സദൃശ്യവാക്യം 3-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങളാണിത്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്നും ഒരു ഭാഗം വായിക്കാം. 5-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. അവർ കടലിൻ്റെ അക്കരെ ഗദരദേശത്ത് എത്തി. പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്നു അവനെ എതിരേറ്റു. അവൻ്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചുകൂടാഞ്ഞു. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഒടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് മുറിവേൽപ്പിച്ചും പോന്നു. അവൻ യേശുവിനെ ദൂരത്തുനിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. അവൻ ഉറക്കെ നിലവിളിച്ചു, യേശുവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, എനിക്ക് നിനക്കും തമ്മിലെന്ത്? ദൈവത്താണെ എന്നെ ദണ്ഡിപ്പിക്കരുതേ എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അശുദ്ധാത്മാവേ, ഈ മനുഷ്യനെ വിട്ടു പുറപ്പെട്ടു പോക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. നിന്റെ പേരെന്ത് എന്ന് അവനോട് ചോദിച്ചതിന്, എൻ്റെ പേർ ലെഗിയോൻ, ഞങ്ങൾ പലർ ആകുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. നാട്ടിൽ നിന്ന് തങ്ങളെ അയച്ചു കളയാതിരിപ്പാൻ എറിയൂന്ന് അപേക്ഷിച്ചു. അവിടെ മലയരികെ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. ആ പന്നികളിൽ കടക്കേണ്ടതിന് ഞങ്ങളെ അയക്കണം എന്ന് അവർ അവനോട് അപേക്ഷിച്ചു. അവൻ അനുവാദം കൊടുത്തു. അശുദ്ധാത്മാക്കൾ പുറപ്പെട്ട് പന്നികളിൽ കടന്നിട്ട് കൂട്ടം കടുംതൂക്കത്തൂടെ കടലിലേക്ക് പാഞ്ഞ് വീർപ്പ് മുട്ടിച്ചത്തു. അവ ഏകദേശം 2000 ആയിരുന്നു. പന്നികളെ മേയ്ക്കുന്നവർ ഓടിച്ചെന്ന് പട്ടണത്തിലും നാട്ടിലും അറിയിച്ചു. സംഭവിച്ചത് കാണുവാൻ പലരും പുറപ്പെട്ടു യേശുവിൻ്റെ അടുക്കൽ വന്നു. ലിഗിയോനുണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു. കണ്ടവർ ഭൂതഗ്രസ്തന് സംഭവിച്ചതും പന്നികളുടെ കാര്യവും അവരോട് അറിയിച്ചു. അപ്പോൾ അവർ അവനോട് തങ്ങളുടെ അതിർ വിട്ടു പോകുവാൻ അപേക്ഷിച്ചു തുടങ്ങി. അവൻ പടകേറുമ്പോൾ ഭൂതഗ്രസ്തനായിരുന്നവൻ താനും കൂടെ പോരട്ടെ എന്ന് അവനോട് അപേക്ഷിച്ചു. യേശു അവനെ അനുവദിക്കാതെ, നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്കുക എന്ന് അവനോട് പറഞ്ഞു. അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും ദെക്കപ്പൊരി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ആർക്കും ബന്ധിച്ചുകൂടാതെ വണ്ണം, ആർക്കും വേണ്ടാതെ, ആരാരുമില്ലാതെ കല്ലറകളിലും മലകളിലുമായി പാർത്ത ആ മനുഷ്യനെ യേശു സന്ദർശിക്കുന്നു. എല്ലാവരും പോകുവാൻ ഭയപ്പെട്ടിരുന്ന, ആർക്കും പിടിച്ചു കെട്ടുവാൻ കഴിയാതിരുന്ന ആ മനുഷ്യൻ്റെ അരികിലേക്ക് സ്നേഹസ്വരൂപനായ യേശു കർത്താവ് ചെല്ലുകയാണ്. അവൻ യേശുവിനെ കണ്ടപ്പോൾ ഓടി വന്ന് നമസ്കരിച്ചു എന്ന് വചനത്തിൽ പറയുന്നു. ആ മനുഷ്യൻ സൗഖ്യം ആഗ്രഹിച്ചിരുന്നു. ആ മനുഷ്യന് വേണ്ടിയാണ് യേശു ആ ദേശത്ത് ചെന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. യേശു അവനെ സൗഖ്യമാക്കിയത് നമ്മൾ വായിച്ചുവല്ലോ. അശുദ്ധാത്മാക്കൾ ബാധിച്ചിരുന്ന ആ മനുഷ്യൻ അനുഭവിച്ച വ്യഥ എത്ര ഭീകരമായിരുന്നുവെന്ന് നിങ്ങൾ ചിന്തിക്കുക. ആ മനുഷ്യനിൽ വന്ന മാറ്റം ശ്രദ്ധിക്കുക. പ്രിയരെ, ആ മനുഷ്യൻ
വസ്ത്രം ധരിച്ചും സുബോധമുള്ളവനായിരിക്കുന്നത് കണ്ടു എന്നാണ് നാം വായിക്കുന്നത്. ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല. നിങ്ങൾ ഏതവസ്ഥയിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്? നിങ്ങൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ടവരാണോ? ആരാരുമില്ലാതെ ഹൃദയം താർന്ന അവസ്ഥയിലാണോ? വിട്ടുമാറാത്ത ദുശീലങ്ങൾക്ക് അടിമയാണോ നിങ്ങൾ? സൗഖ്യം പ്രാപിക്കണമെന്ന ആഗ്രഹമുണ്ടായിട്ടും ബന്ധനങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണോ? ജീവിത സാഹചര്യങ്ങളിൽപ്പെട്ട് സ്വന്തം ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിച്ചവരാണോ? സമാധാനമില്ലാതെ അലയുന്നവരാണോ? എല്ലാ ഭൗതിക സാമ്പത്തിക നന്മകളുണ്ടായിട്ടും ശൂന്യത അനുഭവിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ കേൾക്കുക, നിങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളെ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ ഇപ്പോൾ വചനത്തിൽ വായിച്ച നിസ്സഹായനായ മനുഷ്യൻ്റെ അടുക്കിലേക്ക് വന്ന കാരുണ്യവാനായ ദൈവം നിങ്ങളുടെ അടുക്കിലേക്കും വരുവാൻ ആഗ്രഹിക്കുന്നു. യേശുവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, എന്നോട് മനസ്സലിയണമേ എന്ന് നിലവിളിക്കുക. സൗഖ്യം നൽകണമേ എന്ന് അപേക്ഷിക്കുക. വിശ്വാസത്തോടു കൂടിയ നിങ്ങളുടെ നിലവിളി ദൈവം കേൾക്കും. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. പ്രിയരെ, ഭൂതഗ്രസ്തനായ ആ മനുഷ്യനെ യേശു സൗഖ്യമാക്കിയപ്പോൾ അയാളിൽ വന്ന മാറ്റം ശ്രദ്ധിക്കുക. ആ മനുഷ്യൻ പൂർണ്ണമായും വസ്ത്രം ധരിച്ചു വ്യക്തമായി ചിന്തിക്കുവാൻ കഴിവുള്ളവനായി തീർന്നു. അവനെ അറിയുന്ന ആളുകൾക്ക് അവരുടെ കണ്ണുകളെ വിശ്വസിക്കുവാനായില്ല. ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരുന്ന ആ മനുഷ്യൻ സ്വയം നിയന്ത്രിക്കുവാൻ കഴിവുള്ളവനായി തീർന്നു. ദൈവാത്മാവിൻ്റെ ഫലങ്ങളിലൊന്ന് ആത്മനിയന്ത്രണമാണെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരാളും ഒരു പുതിയ സൃഷ്ടിയാണ് എന്നതിൻ്റെ തെളിവായിരുന്നു ഈ മനുഷ്യൻ. ഒരു വേദഭാഗം കൂടി വായിക്കുവാനായി ആഗ്രഹിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 35 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ. അന്ന് സന്ധ്യ ആയപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് യേശു അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ടു താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റു ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലേണ വെച്ചുറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി. ഗുരോ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു. കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്നു, വലിയ ശാന്തത ഉണ്ടായി. പിന്നെ അവൻ അവരോട്, നിങ്ങളിങ്ങനെ ഭീരുക്കൾ ആകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. അവർ വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു. യേശുവും ശിഷ്യന്മാരും ഗദരദേശം എന്ന പ്രദേശത്തേക്ക്, അതായത് ഭൂതഗ്രസ്തൻ പാർത്തിരുന്ന സ്ഥലത്തേക്ക് വരുമ്പോഴുണ്ടായ സാഹചര്യമാണ് നിങ്ങൾ വായിച്ചു കേട്ടത്. പ്രിയമുള്ളവരെ, ആഞ്ഞടിക്കുന്ന ചുഴലിക്കാറ്റും ഇളകി മറിയുന്ന കടലും അതിനെ യേശു ശാന്തമാക്കുന്നു. ഈ നിലയിലായിരുന്നു ഭൂതഗ്രസ്തനായ ആ മനുഷ്യൻ്റേതും. നാശകരവും അപകടകരവുമായിരുന്ന അവസ്ഥ രണ്ടും പൂർണ്ണമായും നിയന്ത്രണം വിട്ടു. എന്നാൽ യേശുവിനെ കണ്ടപ്പോൾ കാറ്റും കടലും ശാന്തതയുള്ളതായി തീരുകയും ആ മനുഷ്യൻ സമാധാനമുള്ളവനായി സുബോധമുള്ളവനായി യേശുവിനോടുകൂടെ പോകുവാൻ ഒരുക്കമുള്ളവനായി തീരുകയും ചെയ്തു. പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിലെ കാറ്റും കോളും പ്രതികൂലങ്ങളും മാറ്റുവാൻ കഴിവുള്ള യേശു നിങ്ങളെ രക്ഷിപ്പാൻ കഴിവുള്ള കർത്താവാകുന്നു. വിശ്വസിക്കുക. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യമാണിത്. നമ്മുടെ കർത്താവ് സമാധാന പ്രഭുവാണ്. അതുകൊണ്ട് നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾ എന്തുമാകട്ടെ, രോഗത്തിൻ്റെ, പാപത്തിൻ്റെ, ഈ ലോകത്തിൻ്റെ മായകൾ എന്തുമാവട്ടെ, ഏതവസ്ഥയിലാണോ നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്, അതിൽ നിന്നും വിടുവിപ്പാൻ ശക്തനായവൻ നിങ്ങളെ കാണുന്നു, നിങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ അറിയുന്നു. വചനം ഇപ്രകാരം പറയുന്നു,
ഞാൻ കാണാതെ വണ്ണം മറയത്തൊളിപ്പാൻ ആർക്കെങ്കിലും കഴിയുമോ? ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനല്ലയോ? നിങ്ങൾ യേശുക്രിസ്തുവിങ്കിലേക്ക് നോക്കുക. യേശുവിൻ കരങ്ങളിൽ നിങ്ങളെ സമർപ്പിക്കുക. അവൻ ആരാഞ്ഞുകൂടാത്ത വൻ കാര്യങ്ങളും അസംഖ്യമായ അത്ഭുതങ്ങളും ചെയ്യുന്നു. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. ഇതാ, ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യുമെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു. ദുഃഖിക്കുന്നവരെ രക്ഷയിലേക്ക് കയറ്റുന്ന ദൈവമേ, ആശയറ്റവനെയും അനാഥനെയും സ്നേഹിക്കുന്ന കാരുണ്യവാനായ ദൈവമേ, അങ്ങ് നല്ലവനും ക്ഷമിക്കുന്നവനും അങ്ങയോട് അപേക്ഷിക്കുന്നവരോടൊക്കെയും മഹാദയാലുവുമാകുന്നുവല്ലോ. അങ്ങയിൽ ആശ്രയിക്കുന്ന എന്നെ രക്ഷിക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ.